നാട്ടിലുള്ള നാടൻ കോഴികളൊക്കെ സൂക്ഷിച്ചോളൂ, കോഴികളെല്ലാം സൂക്ഷിച്ചോളൂ. നാടൻ കോഴിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒന്നിത് ഉണ്ടാക്കി വെക്കണം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം. അത് നാവിലിങ്ങനെ വെക്കുക, എന്നിട്ട് പതുക്കെ ഇങ്ങനെ കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു രസം. വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കുക്ക് ചെയ്ത് തന്നെ പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ട്. അപ്പോൾ ഇത് പാത്തൂസ് കിച്ചണാണ്, പക്ഷേ പാത്തുവിൻ്റെ സ്വന്തം കിച്ചണല്ല, ഗോവയിലെ കിച്ചണാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മഞ്ഞയ്ക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ്, നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നില്ല. കാരണം കുറച്ചധികം ദിവസം നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാൻ എന്താ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടെന്നുണ്ടം വെട്ടി നുറുക്കിയിട്ട ചിക്കൻ, നല്ല ഗോവൻ ചിക്കൻ. അത് നമ്മൾ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് റെസിപ്പിയുമായിട്ട് ഇറങ്ങിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ അതൊന്നും കേട്ടിട്ട് പോലും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി നിങ്ങളിപ്പോൾ കേട്ടോളൂ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് മെയിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ഏകദേശം ഒരു 10-16 ഉണ്ടായിരിക്കും, 12-16. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് മിക്സിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു എന്താ പറയുക, നമ്മളുടേതായ ഒരു മിക്സി കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. അതിൽ ചതച്ചെടുക്കാനാണ് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കുന്നത്. അതൊന്നും കൂടാതെ നമുക്ക് ഒരു 3 നീളൻ പച്ചമുളക് വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് വേറെ. പിന്നെ ഇതിലേക്ക് വേണ്ട തക്കാളിയാണ്. സവാള, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതായത് ഇങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുന്നു, അതിലേക്ക് ഈ വെളുത്തുള്ളി എങ്ങനെ തന്നെ ഇടാം, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് പെടുന്നതായിട്ട്. ഇഞ്ചി നമുക്ക് അത്രയും സോഫ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇടുക. അപ്പോൾ എല്ലാം അങ്ങോട്ട് ഇട്ടിരിക്കുന്നു. ഇനി നമ്മളുടെ പരിപാടി തുടങ്ങാൻ പോവാം. ഇതിലേക്ക് നമ്മളുടെ ടൂൾ ഇതാകുന്നു. നേരെ ഇതെങ്ങനെ അടച്ചു പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മളൊരു പുതിയ കണ്ടെത്തൽ, എന്താ പറയുക, നമ്മളുടെ ജീവിത സാഹചര്യമാണ് നമ്മളെ പുതിയ കണ്ടെത്തലിലേക്ക് നയിക്കുന്നതെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയതാണിത്. അപ്പം ഏറെക്കുറെ അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചക്കാലി പേസ്റ്റ് ആക്കി ഇട്ടാൽ മതി മിക്സിയിൽ കേട്ടോ, അല്ലെങ്കിൽ പേസ്റ്റ് തന്നെ ഇട്ടാലും മതി. നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. നേരെ അടുപ്പൊക്കെ കത്തിച്ച് എന്താ ഒരു ചട്ടി, ഈ ചട്ടി ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. നമ്മുടെ കുക്ക് ചെയ്യാൻ പറ്റിയ പാത്രം ഉണ്ടായിരുന്നില്ല. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ നമ്മൾ റെൻറ്റിന് എടുത്തൊക്കെയാണ് ഒരാഴ്ചത്തേക്ക്. സാധാരണ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ നമ്മൾ എത്ര പേരുണ്ടോ അതനുസരിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ഹാള് കിച്ചണൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. ഈ പ്രാവശ്യം അങ്ങനെയല്ല, ഒന്നിൽ കൂടുതൽ റൂംസും ഹാളൊക്കെ ഉള്ള കുറച്ചും കൂടെ വിശാലമായ ഏരിയ ആണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടോ, പക്ഷേ നമ്മൾ കുറച്ച് 3-4 പേരുള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഫുഡ് വെക്കാൻ വേണ്ടി പാത്രങ്ങൾ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഈ പാത്രം വാങ്ങിച്ചതാണ്. സൗകര്യമൊക്കെ അടിപൊളിയാണ് മൊത്തത്തിൽ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നോക്കി എന്തൊക്കെ ഉണ്ടെന്നറിയോ? ഇത് സ്റ്റാർ ആസാനല്ലേ, കച്ചൂരം, പിന്നെ ജാതിപത്രി, 2 ബ്ലാക്ക് കാഡമൺ, പിന്നെ അത് ബേ ലീഫ്. ഇത്രയും സാധനമാണ് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഓക്കെ, ബേ ലീഫും കൂടി ഇടുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുകയാണ്. അപ്പോൾ ഈ ഉപ്പിട്ടത് നിങ്ങളും ഓർക്കണം, ഞാനും ഓർക്കണം. അല്ലാതെ രണ്ടാമത് ഇത്രയും തന്നെ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഓവറായിപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഉപ്പ് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, എന്നാലും നമ്മൾ അലിച്ച് ചേർക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സംഗതി സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് നമ്മളെ കഴുകി വെച്ച ചിക്കൻ, കണ്ടെന്നുണ്ടായിരുന്ന ചിക്കൻ അങ്ങിടാൻ പോവാണ്. കൊള്ളാലോ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ വിടണം വേഗം. തീയൊക്കെ നമ്മുടെ കൺട്രോളിലായിരിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളിത് അടച്ചു വയ്ക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി മൂടി കഴുകില്ല എന്നുള്ള കമൻ്റ് ഒന്നും വേണ്ട, അതൊക്കെ കഴുകി വെച്ചാൽ മാത്രമാണ് സംഭവം. ഇത് എൻ്റെ ഒരു ഫ്രണ്ട്, ഇവിടെ ഉള്ളൊരു ഫ്രണ്ട് പറഞ്ഞു തന്ന ഒരു ഐറ്റമാണ്. അതായത് ഇവിടെ അവരുണ്ടാക്കുന്ന ഒരു ടൈപ്പ്. പക്ഷെ എൻ്റെ പേര് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്ത് ചിക്കൻ കറായിയോ അങ്ങനെ എന്തൊക്കെയാണ് കണ്ടത്.
പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. പുള്ളിക്കാരി ഉണ്ടാക്കി തന്ന ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് എന്താ പറയുക ചിക്കൻ കറി എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ആയില്ല കേട്ടോ. ഇങ്ങനെ നുറുക്കി അരച്ച് വെച്ചേക്കുന്ന അവസ്ഥയൊക്കെ ആവുള്ളൂ. അങ്ങനെയൊക്കെ ആവുള്ളൂ. കുറേ ശ്രമിച്ചു, ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതങ്ങോട്ട് ഇടുന്നു. അപ്പോൾ ചോദിക്കും ഇനിയിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ പോരേ എന്നുള്ളത്. അപ്പോൾ അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വിനെഗറിൻ്റെ ഫ്ലേവർ വരുള്ളൂ. അപ്പോൾ അത് വേണ്ടാത്തതുകൊണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഫ്ലേവർ കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത് കേട്ടോ. കൈ ഒന്ന് ഇതിൽ ടച്ച് ചെയ്താ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൊള്ളാട്ടോ നല്ല അടിപൊളി ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നമ്മൾ സൂപ്പിൻ്റെ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ, നല്ല പഴുത്ത ഉണ്ട തക്കാളി അങ്ങോട്ട് എടുക്കണം. ഉണ്ട തക്കാളി എടുത്തിട്ട് ഇങ്ങനെ വട്ട മുറിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇനി നെക്സ്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് തക്കാളി മുറിച്ചിട്ടിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇങ്ങനെ നമ്മളിവിടെ വെച്ചെടുക്കും. കമന്ന് എടുക്കണം. ആകെ മൊത്തം തക്കാളി വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സിമ്മിലാണ് ഓൾറെഡി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ആക്കി വെച്ച് നേരെ ഒരു 15 മിനിറ്റ് അവിടെ ഇരുന്നിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്ത് വരട്ടെ. ഞാൻ ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരി ഉണ്ടാക്കി തന്ന ഒരു കറിയാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. അപ്പോൾ അവളോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചു. കാരണം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, അറിയാമല്ലോ ഞാൻ പൊതുവേ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് കണ്ടു കഴിഞ്ഞാലും അതുണ്ടാക്കാനും കൂടുതൽ നിങ്ങളോട് പറയാനും താല്പര്യപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാനത് ചോദിച്ചു. അപ്പോൾ അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന ഏതോ നാട്ടിലെ ഒരു മനുഷ്യൻ പറഞ്ഞു കൊടുത്ത റെസിപ്പിയാണ്. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അവരുടെയൊക്കെ ഇടയിൽ ഇവിടുത്തെ ഒരു വിഭവം പോലെ ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഷോപ്പിലൊന്നും കിട്ടില്ല കേട്ടോ. മീൻസ് അത് എന്താ പറയുക, സൗഹൃദം മൂലം ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത ഒരു റെസിപ്പിയാണല്ലോ ഏതോ ഒരു നാട്ടിൽ. എന്തായാലും കൊള്ളാം. നല്ല ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഭയങ്കര മിനിമം മസാലയൊക്കെ ഉള്ളൂ. മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെട്ട ഹൈലൈറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചവാളയോ ഉള്ളു അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തില്ല. അതവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണെന്നൊക്കെ പറയേണ്ടി വരും. അപ്പം അങ്ങനെ മൊത്തത്തിൽ ചപ്പാത്തിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ല. ചോറിൻ്റെ അപ്പം നമുക്ക് അത്രയും ഒക്കെ ആയിരിക്കണം എന്നില്ല. വൈറ്റ് റൈസ് ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതലും ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ ബ്രെഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ പൊളിക്കാം. ഇച്ചിരി കൂടെ തീ അങ്ങ് കുറച്ചേക്കാം. അപ്പം ഇനി തിരിച്ച് കേരളത്തിലെത്തിയിട്ട് സ്വന്തം നാട്ടിലെത്തിയിട്ട് വേണം, സ്വന്തം നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് വേണം. അവിടെ നാട്ടിലുള്ള നാടൻ കോഴികളൊക്കെ സൂക്ഷിച്ചോളൂ, കോഴികളെല്ലാം സൂക്ഷിച്ചോളൂ. നാടൻ കോഴിനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒന്നിത് ഉണ്ടാക്കി വെക്കണം. അതിൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം. കാരണം ഇത് ആ ഒരു ഫ്ലേവറാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അത് നാവിലിങ്ങനെ വെക്കുക, എന്നിട്ട് പതുക്കെ ഇങ്ങനെ കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു രസം. ഞാനിവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കും. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ഞാനൊരു വീട് വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യാൻ വേണ്ടി പോകണമെന്നല്ലോ ഒരു ബൂട്ടും കൊലയും വാങ്ങിക്കും. എന്നിട്ട് മുതലാളി ചക്കാന്ന് പറഞ്ഞിട്ട് പോക്കട്ട് പൊളിക്കും. ഞാനിവിടെ ദിക്കി ഇതങ്ങ് തുറന്നു നോക്കാം. എന്തായി നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആയോ കാര്യങ്ങൾ? സമയം ഇല്ല ഗൈസ്, ആയില്ല. ഇനിയും സമയമുണ്ട്. വെരി സോറി. നമ്മളുടെ ടൂൾ ഉപയോഗിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതുവരെ ഞാൻ ഈ ടൂൾ ഉപയോഗിച്ചിട്ടില്ല. മീൻസ് ഈ പരിപാടിക്ക് നോക്കട്ടെ എന്തായി തീരുമെന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ല തുടുത്തിരിക്കുന്നുണ്ട്. നൈസായിട്ട് വരൂ പയ്യ കോഴീനോടല്ല കേട്ടോ, തക്കാളിയുടെ തോലിനോട്. പോരാ കുറച്ചും കൂടെ പണി പിടിക്കേണ്ടിയിരിക്കുന്നു ഞാൻ. പണിയൊക്കെ അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തക്കാളി ഇങ്ങനെ ഓട്ട
ഉടച്ച് കൊടുക്കണം. ഞാൻ ഫുൾ ടെറർ ആക്രമൺ. പെരളാം. എത്ര തരം ആയുധങ്ങളാണ് മാറ്റി മാറ്റി ഉപയോഗിക്കുക ഞാൻ ആയുധങ്ങളല്ല. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കശ്മീരി ചില്ലി ഇടാൻ പോവാണ്. ഒരു 2 സ്പൂണൊക്കെ ഉള്ള പാകത്തിന്. എനിക്ക് ഫുൾ കൈപ്പാക്കാണല്ലോ. വേട്ടെ വീഴട്ടെ, അങ്ങനെ വീഴട്ടെ. കുറച്ച് ഗരം മസാല, ചിച്ചിരി അത് അധികം മസാലകളൊന്നും ഇട്ടില്ല. ആകെ ഇട്ടിരിക്കുന്നത് നമ്മുടെ കശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് ഗരം മസാലയും മാത്രമാണ്. വേറെ ചപ്പറ ഒരു മസാല ഇട്ടിട്ടില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയോ? ഇനി ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ യോഗട്ട് ആണ് ഇടേണ്ടത്. അത് നമ്മുടെ ഇതിലില്ലാത്തതുകൊണ്ട് പുളിയില്ലാത്ത തൈര് കുറച്ചിടുകയാണ്. ആകെ ഇനി നമ്മൾ ഇതിലേക്ക് കുനൂനു അരിഞ്ഞു വെച്ചാൽ പച്ചമുളക് ഇടും. പച്ചമുളക് ഇതിങ്ങനെ ഇടും. പച്ചമുളക് കൈകൊണ്ട് ഇടില്ല. നേരത്തെ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി കൈകൊണ്ട് ഇട്ടിട്ട് അതുകൊണ്ട് മൂക്കി തേച്ചതിൻ്റെ എരിവ് ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇടുള്ളൂ. ദെൻ ഇത് വേണമെങ്കിൽ നമുക്ക് നല്ല കുനൂന അരിയണം കേട്ടോ. അത്ര കുനൂന അല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞു നല്ല ഇങ്ങനെ നൈസായിട്ട് അരിയണം. കൊള്ളാം. ഇനി ഇതിലേക്ക് നമ്മൾ എന്തിടുന്നു? മല്ലിയില ഇടുന്നു. ആദ്യം നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിടുക. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കും. പാവം വിശന്ന് പണ്ടാരടങ്ങിയിട്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറമാൻ തറയിൽ കിടന്ന് ഉരുണ്ടൊക്കെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ ഇതായിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. മണ്ടേ കയറി. വെരി ഗുഡ്. അതായത് വിശപ്പ് കാരണം മനുഷ്യൻ എന്തൊക്കെ കാട്ടിക്കൂടുന്നതാണ്. ഇത്ര നേരം നിലത്തിടൊന്നും ഉരുളായിരുന്നു, ഇപ്പം മണ്ടേ കയറിയിട്ടുണ്ട്. അടിപൊളി. കുരുവൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. സംഗതി സെറ്റായിട്ടുണ്ട്. നമ്മൾ നേരെ തുറക്കുക, ടേസ്റ്റ് ചെയ്യുക, കഴിക്കുക എന്നുള്ളതാണ് അടുത്ത കടമ്പ. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം തുറക്കുകയാണ്. പോളി എന്താ സ്വാദ്. ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കുക്ക് ചെയ്ത് തന്നെ. പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നേരെ കുറച്ചും കൂടെ എടുക്കും. ഇതിങ്ങനെ കുറച്ചും കൂടെ എടുക്കും. അത്രയും വേണ്ട, കുറച്ച് മതി. ഇവരെല്ലാവരും ചീത്ത പറയില്ല അത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. കുറച്ചും കൂടെ ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഗ്രേവി വേണമെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ട് വെച്ച് തന്നെ. എന്നിട്ട് ഞാനിങ്ങനെ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്നിട്ട് ഒരാൾ, എൻ്റെ ക്യാമറമാൻ ഇല്ലേ, വായിൽ കപ്പലൊടിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നുണ്ട്. പാവം കൊടുത്തില്ലെങ്കിൽ വളരെ മോശമാണ്. എങ്ങനെ എപ്പടി ബൈ.